ഹല്ലേലൂയ. വേദോത്സവം ഇങ്ങനെ പറയുന്നു, സദൃശവാക്യം 26:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ ശീലിപ്പിക്കേണ്ടത് ശീലിപ്പിച്ചാൽ അവർ പ്രായമായാലും അത് വിട്ടുമാറുകയില്ല. കുഞ്ഞിലെ തന്നെ അവനെ നടക്കേണ്ട വഴി പഠിപ്പിച്ചാൽ അവൻ എന്തായിത്തീരും? അവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിത്തീരും. ഇതുപോലെ തന്നെ ഒരു ആത്മീക ശിശുവിനെ ആത്മീകമായ രീതിയിൽ വളരെ ചെറുപ്പത്തിലേ വളർത്തിയാൽ ഇവൻ എത്ര വൃദ്ധനായാലും, ആത്മീക വൃദ്ധത വന്നാലും അവൻ എന്തായിത്തീരും? അവൻ അതാതിന്റെ രീതിയിൽ തന്നെ നടക്കും. ഒരു ആരോഗ്യമുള്ള സഭയെന്ന് പറയുന്നത് ആളുകളുടെ എണ്ണത്തിന്റെ കൂടുതലല്ല. എത്ര എണ്ണം കൂടിയെന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നും, എത്ര പേര് പൊങ്ങുമെന്നുള്ളതിനകത്താണ് കാര്യം. എപ്പം കാഹളമൂതി, ഇപ്പം ഞാൻ മാത്രം പോയി, അല്ലെ കുറച്ചു പേരൂടെ പോയി, അല്ലെ ഞാൻ തിരിച്ചു നിന്നു, നിങ്ങൾ കുറച്ചു പേര്, എന്തായിരിക്കും അനുഭവം? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിലവിളിയുടെ ഒരു ബഹളം കേൾക്കാൻ പറ്റും. എന്തിന്റെ ബഹളമാ? നിലവിളിയുടെ ഒരു ബഹളമായിരിക്കും ഇവിടെ. ഞാനത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, വിളിച്ചവനെ പ്രസാദിപ്പിക്കുവാനാണ് നിന്നെ വിളിച്ചത്. കേൾക്കുന്നവനെ പ്രസാദിപ്പിക്കണ്ട, വിളിച്ചവനെ പ്രസാദിപ്പിക്കുക. ഓക്കെ, സദൃശവാക്യത്തിൽ നിന്ന് ഒരു വാക്യം വിടട്ടെ കുഞ്ഞെ. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. പറഞ്ഞ വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. അന്ന് ശലോമോൻ മക്കളുമായിട്ടുള്ള ബന്ധത്തിലായി ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. ഇന്നും അത് പ്രാക്ടിക്കലാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, എന്നെ കണ്ട് പിള്ളേർ കണ്ണുരുട്ടി കാണിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിക്കേണ്ട സമയത്ത് അടിക്കുകയും, ബാക്കി പറ, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുകയും ചെയ്തോണം. ആമേൻ. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. അടിക്കേണ്ടടുത്ത് അടിക്കണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? തന്നിഷ്ടത്തിന് വിട്ട ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ഇതുപോലാണ് ഇത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യം നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം, അത് ആവശ്യമാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ദൈവസഭയുടെ കാര്യവും. എന്തുമാകാമെന്ന് പറഞ്ഞു വിട്ടാൽ നമ്മൾ അപ്പൻ അതൊരു മാനക്കേടായി മാറും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിന്റെ സഭയ്ക്ക്, ദൈവത്തിന്റെ സഭയുടെ ഒരു ഡിസിപ്ലിനുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവരെ ഡിസൈപ്പിൾഷിപ്പ് പഠിപ്പിച്ചത്. കാരണം ഡിസൈപ്പിൾ എന്ന് പറയുന്ന ആള് എങ്ങനെ ആയിരിക്കണം? ഡിസിപ്ലിൻ ആയിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പം നമ്മൾ കർത്താവ് ഇവിടെ പ്രവർത്തിച്ചത് നിങ്ങൾ കണ്ടു. കർത്താവ് ഇടപെട്ടു, ആരാധന അനുഗ്രഹിക്കപ്പെട്ടു, പാട്ട് അനുഗ്രഹിക്കപ്പെട്ടു, രോഗികൾ സൗഖ്യമായി, വിടുതലുകളൊക്കെ നടന്നു. ഇനി കർത്താവിന്റെ ആഗ്രഹം ഇത് മാത്രമല്ല. ഇത് ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആമേൻ, അവൻ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാനും അവൻ പറയുന്ന വചനം സത്യമാണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. വേഗത്തിൽ 1 പത്രോസിലേക്ക് വന്നാട്ടെ. 1 പത്രോസ്. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പലപ്പോഴും നമുക്ക് നമ്മുടെ അറിവുകേടാണ്, ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് എന്താണ്, ക്രിസ്ത്യൻ ഡിസിപ്പിൾ എന്താണ് എന്നുള്ളതിന്റെ അറിവുകേടാണ് നമ്മളെ വഴിതെറ്റിച്ച് കളയുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവദാസന്മാർ ഇത് സംസാരിച്ചെങ്കിൽ മാത്രമേ ജനം തിരിച്ചറിയുള്ളൂ എങ്ങനെ ജീവിക്കണം. 1 പത്രോസ് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ ഇവിടെ നോക്കി. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, യേശുവിന്റെ കൂടെ നടക്കുന്ന ആൾ എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാക്കിയതിന്റെ ശേഷമാണ് പത്രോസ് ലേഖനം എഴുതുന്നത്, അല്ലേ? അപ്പം യേശുവിന്റെ കൂടെ നടന്ന് മനസ്സിലാക്കിയ പത്രോസാണ് ഈ ലേഖനം എഴുതിയിട്ട് പറയുക. ആദ്യത്തെ ആ 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം മുഴുവനും രക്ഷയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സംസാരിക്കുക. ആമേൻ. അതിന്റെ 2-ാം ഭാഗത്തിലേക്ക് വരികയാണ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. ഈ പ്രസംഗം കേൾക്കുമ്പോൾ അരോചകമായിട്ട് തോന്നുന്നവർ വീട്ടിൽ പോയി തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. കാരണം പിശാചിന് വളരെ കീഴ്പ്പെട്ടിരിക്കുന്നവരാത്.
കാരണം ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെപ്പോഴും നമ്മുടെ ചെവി കൂർപ്പിച്ചിരിക്കണം. കാരണം ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ട ബാലനോ അപ്പന് വ്യസന ഹേതുവാകുന്നു. 14-ാമത്തെ വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ, ഏത് കാലത്ത്? ഉറക്കെ പറ, അജ്ഞാനകാലം. ഏതാ അജ്ഞാനകാലം? ഏതാണ് അജ്ഞാനകാലം? വചനം അറിയാതിരുന്ന കാലം, യേശുവിനെ അറിയാതിരുന്ന കാലം, വേദപുസ്തകം വായിക്കാതിരുന്ന കാലം, ദൈവസഭയിൽ പോകാതിരുന്ന കാലം, സത്യം തിരിച്ചറിയാതെ നടന്ന കാലം. ആ കാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ അന്നെന്തുണ്ടായിരുന്നു? ഉറക്കെ പറ. മോഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ വേദപുസ്തകം പറയുന്നു ആ മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മൾ എന്താക്കരുത്. പക്ഷെ എന്തുകൊണ്ട്? ആ മോഹങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു. അതാണ് പറയുന്നത് ലോകമോഹം ദൈവത്തോട് ശത്രുത്വം, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള മോഹങ്ങൾ എപ്പോഴായിരുന്നു നമുക്കുണ്ടായിരുന്നത്? ഏത് കാലം? അതേത് കാലമായിരുന്നു? എത്ര വർഷം മുമ്പാണെന്ന് നിങ്ങൾക്കറിയാം. ആ കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇന്ന് എന്താക്കരുത്? ഉറക്കെ പറ, മാതൃകയാക്കരുത്. ഇത് പറയുമ്പോൾ ഉറക്കം വരും, സാരമില്ല. പക്ഷെ മനസ്സിലാക്കണം, ഇപ്പോഴും ആ മോഹങ്ങളുമായിട്ടാണ് നമ്മൾ കർത്താവിനെ പിടിച്ച് വേദോസം പിടിച്ച് നടക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. അതിനെ നമ്മൾ എന്താക്കരുത്? മാതൃകയാക്കരുത്. അടുത്ത വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. വിളിച്ചവനാരാ? ഉറക്കെ പറ. അതാരാ? യേശു. യേശു ആരാണ്? വിശുദ്ധൻ. വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും. എല്ലാവരും പറഞ്ഞു എല്ലാ നടപ്പിലും. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? അതിനകത്ത് എന്തൊക്കെ വരത്തില്ല? ഒന്നും വരാതിരിക്കുന്നില്ല. നിന്റെ എല്ലാ നടപ്പിലും നീ ആരായിരിക്കണം? വിശുദ്ധരാകുവൻ. സ്തോത്രം, സ്തോത്രം. എല്ലാ നടപ്പിലും. ഇവിടെ നോക്കിയേ, ഈ അടുത്ത കാലത്തൊക്കെ പല പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു, വിശുദ്ധിയൊന്നും വേണ്ട. പക്ഷെ അത് പഴയ നിയമമാണെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഇത് എഴുതണ്ടായിരുന്നല്ലോ? എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇത് എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ ഇത് പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. എന്ത് വേണം? എന്ത് വേണമെന്ന് എഴുതിയേക്കുന്നത്? ഉറക്കെ പറയാ. എന്ത് വേണമെന്ന്? എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. സ്തോത്രം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നമ്മൾ എന്താകണം? വിശുദ്ധരാകണം. അടുത്തൊരു വാക്യം കൂടെ വായിച്ച്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഇവിടെ നോക്കിയേ, ഇപ്പം നമ്മൾ വീണ്ടും ജനിക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ എന്തിനാ ജനിച്ചത്? വിശുദ്ധിയിലാ ജനിച്ചത്. നമ്മൾ വിശുദ്ധരാണ്. അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനം. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൻ ആരായിട്ടാണ് ജനിക്കുന്നത്? മനുഷ്യ കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ അവൻ മൃഗത്തിന്റെ സ്വഭാവം കാണിച്ചാലോ? അതുപോലെ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ആരായിട്ടാണ് ജനിച്ചത്? ദൈവത്തിന്റെ കുഞ്ഞ്. അവൻ വിശുദ്ധ കുഞ്ഞായിട്ടാണ് ജനിച്ചത്. പക്ഷെ അവൻ വിശുദ്ധിയിൽ ജീവിക്കണം. മനസ്സിലാകുന്നില്ലേ? അവൻ എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയിൽ ജീവിക്കണം, ദിനം പ്രതി. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ നടപ്പിലും നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഉറക്കെ പറ. എങ്ങനെ ആയിരിക്കണം? നമ്മൾ വിശുദ്ധരായിരിക്കണം. അപ്പം എല്ലാ നടപ്പിലും നമുക്ക് എന്താ ആവശ്യമുണ്ട്? ഇവിടെ നോക്കിയേ, ദൈവവചനം കേൾക്കുന്നതനുസരിച്ചാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. കർത്താവ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ 3 വഴികളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. 2, നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. 3, ദൈവത്തിന്റെ വചനം. ഇത് 3 കൂടെ ചേരുമ്പോൾ നമ്മൾ എന്തായി തീരുമെന്നറിയാമോ? ക്രിസ്തുവിനെ പോലായി തീരും. നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ രീതികൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് കർത്താവിനെ കണ്ടത് കുറച്ച് അനുഗ്രഹം പ്രാപിക്കാൻ മാത്രമാണ്. തെറ്റിപ്പോയി. അനുഗ്രഹം മാത്രം പറയുകയും നിത്യതയെക്കുറിച്ച് പറയാത്ത സഭയെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, കർത്താവ് അങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തു എങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചോ അതേ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. മനസ്സിലാകുന്നു? നമ്മളെ ദൈവം വിളിച്ചത് അവന്റെ ജീവിതം കണ്ട് മാതൃകയാക്കി അത് പഠിച്ചതിന് ശേഷം അതുപോലെ ജീവിക്കാൻ.
അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദിനം പ്രതി അനുഭവിക്കുന്ന കഴിക്കുന്ന ദൈവവചനം നമ്മളെ ദിനം പ്രതി വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധിയിലേക്ക് വരുന്നത്? ദിനം പ്രതി കഴിക്കുന്ന ദൈവവചനം. വചനം ആരും വായിക്കുകയല്ല ചെയ്യേണ്ടത്, വചനം ഭക്ഷിക്കുക ചെയ്യേണ്ടത്. വചനം ഭക്ഷിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതം യേശുവിനെ പോലായിക്കൊണ്ടിരിക്കും. ഞാൻ എന്നും പറയുന്നത് പോലെ, പതിവ് പോലെ പറയട്ടെ, ഒന്നും സംഭവിക്കും എന്ന് പേടിച്ച് വേദോസം വായിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ നിന്ന് പോകുമോ എന്ന് പേടിച്ച് വേദോസം ഒന്നും വായിക്കണ്ട. വേദോസം വായിക്കുന്നത് നീ യേശുവിനെ പോലെ ആകാനാ, യേശുവിനെ പോലെ ജീവിക്കുവാനാ, യേശുവിനെ അനുരൂപപ്പെട്ട് ജീവിക്കുവാനാണ് ഈ കർത്താവ് നമുക്ക് വേദപുസ്തകം തന്നിരിക്കുന്നത്. അപ്പൊ വേദപുസ്തകം നമ്മളോട് പറയുന്നു, എല്ലാ നടപ്പിലും നമ്മൾ എന്താകണം? ഇങ്ങോട്ട് നോക്കി. ഒരു ചെറിയ പാപം, ഇപ്പം ഇന്ന് സഹോദരി സാക്ഷ്യം പറയുമ്പോൾ പറയും ചെറിയ തെറ്റുകൾ. ദൈവവചനം പഠിക്കുമ്പോൾ ഇതൊരു സ്കാനിങ് മിഷനാണ്. നമ്മളെന്തിനാ സ്കാനിങ്ങിന് പോകുന്നത്? ഹോസ്പിറ്റലിൽ എന്തിനാ സ്കാനിങ്ങിന് പോകുന്നത്? ഇവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല, ലോകപരിചയം എന്ന് പറയുന്നത് ഇല്ല. എന്തിനാ സ്കാനിങ്ങിന് പോകുന്നത്? എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാ പോകുന്നത്. ഇതുപോലെ ദൈവവചനം വായിക്കുമ്പോൾ ഒരു സ്കാനിങ് മിഷനിലൂടെ നിന്നെ കയറ്റി ഇറക്കുക. സ്കാനിങ് മെഷീനിലൂടെ നീ കയറി ഇറങ്ങി പുറത്തു വരുമ്പോൾ നിനക്ക് മനസ്സിലാകും ചെറുതെന്തോ ഇരിപ്പുണ്ട്. എത്ര പേർ ഒരു പെർഫെക്റ്റ് ഹെൽത്ത് നമ്മുടെ ബാഹ്യ ശരീരത്തിന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു ഒരു പെർഫെക്റ്റ് ഹോളിനെസ്. ഒരു ചെറിയ കറ, ചുരുക്കം, വാട്ടം, മാലിന്യം ഒന്നുമല്ലാതെ. എങ്ങനെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞായിട്ടാണ് ജനിച്ചത്. പക്ഷേ നമ്മൾ വേദപുസ്തകം നമ്മളോട് പറയുക, നിന്റെ എല്ലാ നടപ്പിലും നീ എന്തായിരിക്കണം? ശുദ്ധരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എല്ലാ നടപ്പിലും വിശുദ്ധർ ആയിരിക്കണം. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വിശുദ്ധ ജീവിതം പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കാൻ പോവാ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവഭയം ഈ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും ഈ കാലഘട്ടത്തിൽ ആരും നമ്മൾ പുതിയ നിയമക്കാരായോട് നമുക്ക് ദൈവത്തെ ഭയപ്പെടണ്ട എന്നൊരു തോന്നൽ വന്നുപോയി. ഇവിടെ നോക്കി, അപ്പനെ ഭയപ്പെടാതിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവരുടെ ഗതി എന്തായിത്തീരും, ഇവരുടെ സ്ഥിതി എന്തായിത്തീരും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവന് പേടിയില്ലെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് എന്തു വേണം? നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അപ്പനോടൊരു ബഹുമാനം, റെവറൻഡൽ ഫിയർ ഉണ്ടായിരിക്കും. എവിടെ ദൈവഭയം നഷ്ടപ്പെടുന്നുവോ അവിടെ പാപം ആരംഭിക്കും. ഒരു ചെറിയ കള്ളമെങ്കിലും നീ പറയുമ്പോൾ നിനക്ക് അല്പമെങ്കിലും ദൈവഭയം നിന്റെ അകത്തുണ്ടെങ്കിൽ ആ കള്ളം പറയാൻ നിന്നെ അനുവദിക്കുമോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ് ദൈവഭയത്തെക്കുറിച്ച് ആദ്യം പറയുന്നത്. അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിന്റെ 11-ാമത്തെ വാക്യം. ഈ സ്ഥലത്ത് അബ്രഹാം പറയുക, ഈ സ്ഥലത്ത് എന്നില്ല? ദൈവഭയമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന്. അവിടെ എന്തില്ലാത്തതുകൊണ്ടാ സാറായെ അവരെ ഉപദ്രവിക്കുമെന്ന് അബ്രഹാം പേടിച്ചത്? എന്തില്ലാത്തതുകൊണ്ടാ? അപ്പൊ എവിടെ ദൈവഭയമില്ലയോ അവിടെ പാപം ചെയ്യാനുള്ള സാഹചര്യവും പാപം ചെയ്യാനുള്ള അവസരങ്ങളും കൂടുതലാണ്. പക്ഷെ ദൈവഭയം ഈ കാലഘട്ടത്തിൽ ദൈവസഭകൾക്കകത്തു നിന്ന് പിശാച് എടുത്തു മാറ്റുക. എങ്ങനെയും ആകാമെന്നൊരു തോന്നൽ. ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെയും ആകാമെന്നൊരു തോന്നൽ. ദൈവഭയം നഷ്ടപ്പെട്ടു പോകരുത്. അടുത്തേക്ക് ദൈവഭയം വേണം നമുക്ക്. ദൈവഭയം വേണം നമുക്ക്. എന്ത് വേണം നമുക്ക്? ഉറക്കെ പറഞ്ഞേ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം തരുന്ന ഒരു സിംഹാസനത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. ആ ഒരു ഭയം നിന്റെ അകത്ത് കിടന്നെങ്കിൽ മാത്രമേ നിനക്ക് പാപം കൂടാതെ ഈ ഭൂമിയിൽ ഒരു ചെറിയ കള്ളമെങ്കിലും മാറ്റിവെച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. എത്രപേർക്ക് മനസ്സിലാവുന്നു? ദൈവഭയം എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ എന്ത് തുടങ്ങും? പാപം തുടങ്ങും. എവിടെ പിള്ളേർക്ക് നമ്മളെ പേടിയില്ലാതാകുന്നു അവർ അനുസരണക്കേട് കാണിച്ചു തുടങ്ങും. നിങ്ങൾ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോടുള്ള ഭയമില്ലെങ്കിൽ
അവരെന്തായിത്തീരും? അനുസരണക്കേടായിത്തീരും. ഒരു പരിധി കഴിയുമ്പോൾ, പറഞ്ഞ ഒരു പരിധി കഴിയുമ്പോൾ ഇവർ സ്നേഹം കൊണ്ട് അനുസരിക്കാൻ തുടങ്ങും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഇപ്പൊ അഴിച്ചുവിട്ടാൽ വിവരം അറിയും. ഒരു ലെവലിൽ ഇവർ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അപ്പനോടുള്ള ബഹുമാനം വർദ്ധിക്കും. പക്ഷെ ആ ലെവലിലെത്തണം. ആ ലെവലിലെത്തുന്നത് വരെ നമുക്ക് ഭയം തന്നെ വേണം. നമ്മൾ ആരെയും ഈ ലോകത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകരുത്. ഈ ലോകത്തിലെ ഒരു മോഡലോ ഒരു ബോളിവുഡോ ഹോളിവുഡോ ഒരു ബോണ്ടായോ അല്ല നമ്മുടെ മാതൃക. മാതൃക. ഈ ലോകത്തിലെ ഒരു സ്റ്റാറുമല്ല നമ്മുടെ മാതൃക. നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് യേശുവാണ്. നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് യേശുവാണ്. അപ്പൊ നമുക്ക് മാതൃകയാക്കാനുള്ളത് ആരെയാ? ഉറക്കെ പറ. അപ്പൊ നമ്മുടെ സ്റ്റൈൽ ആരുടെ സ്റ്റൈൽ ആയിരിക്കണം? ആരുടെ? സഹോദരന്മാരെങ്കിലും ഉറക്കൊന്ന് പറഞ്ഞേ. നമുക്ക് മാതൃകയാക്കേണ്ടത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയല്ല, അവരുടെ ഫാഷനല്ല, അവരുടെ സ്റ്റൈലല്ല, അവരുടെ വോക്കിംഗ് സ്റ്റൈലല്ല. നമുക്ക് മാതൃകയാക്കേണ്ടത് നമ്മുടെ യേശുവിനെ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ പിതാവാം ദൈവം തീരുമാനിച്ചപ്പോൾ, പിതാവ് സ്വർഗത്തിൽ നിന്നും പാലസ്തീനിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഏറ്റവും അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു അമ്മാമയെ തേടിയല്ല കർത്താവ് പോയത്. അവിടുത്തെ ഏറ്റവും നല്ല വിശുദ്ധയായ ഒരു സ്ത്രീയെ തപ്പിയത്. ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിലാണെങ്കിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുമോ? ഒന്നുകൂടെ യേശുവിനെ ഭൂമിയിലേക്ക് മനുഷ്യനായി വിടണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉദരത്തെ കർത്താവ് തെരഞ്ഞെടുക്കുമോ? ചിന്തിച്ചു നോക്ക്. നമ്മൾ ചർച്ചിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ വസ്ത്രധാരണ രീതികൾ, നമ്മുടെ സ്റ്റൈലുകൾ കാണുമ്പോൾ യേശു പറയുമോ ഇതെന്റെ ബ്രദറാണ്, ഇതെന്റെ സിസ്റ്ററാണ് എന്ന് പറയുമോ? ചിന്തിച്ചു നോക്ക്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിന്റെ എല്ലാ നടപ്പിലും ഉറക്കെ പറഞ്ഞേ, എല്ലാ നടപ്പിലും. ഞാൻ ഒത്തിരി അങ്ങോട്ട് കയറുന്നില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളവർക്കൊക്കെ മനസ്സിലാകുന്നില്ലേ? നിന്റെ എല്ലാ നടപ്പിലും നീ വിശുദ്ധനായിരിക്കണം. ഞാൻ ചോദിക്കുന്ന, വിശ്വാസിയായ ഒരു വ്യക്തി ഇങ്ങനെ നടക്കുക, അവൻ ഈ വിശ്വാസിയുടെ കയ്യിലെ നഖം കണ്ടാൽ മറ്റേ കടിച്ചു കീറാൻ വരുന്ന പുള്ളിറൂട്ടാണെങ്കിൽ അതൊരു നല്ല നടപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നെങ്കിലാകാം. മുട്ടുസൂചിയുടെ സൈലൻസ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. വേണമെങ്കിൽ എടുക്കാം, വേണ്ടായേ എടുക്കണ്ട. പക്ഷെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവ് പറഞ്ഞു നമ്മുടെ ചർച്ച് കംപ്ലീറ്റ്ലി ഹോളി ആയിരിക്കണം. എല്ലാ നടപ്പിലും അവർ ഹോളി ആയിരിക്കണം. ആമേൻ. അതപ്പം ആരാണ്ട് ഇത് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നാ പാസ്റ്റർ പറയുന്നത്? ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം, വസ്ത്രം ധരിച്ചിട്ട് പപ്പായോട് ചോദിക്കണം, അല്ലെ മമ്മിയോട് ചോദിക്കണം. പിന്നെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു കയ്യെ പിടിച്ച് നടക്കുമെന്നോടും ചിന്തിക്കണം. ഇത്രയും ചിന്തിച്ചാൽ മതി. ഇത്രയൊക്കെ മനസ്സിലായവർ മാത്രം. വേറൊരാൾ ചോദിച്ചു, പാസ്റ്റർ വീണ്ടും യാഥാസ്ഥിക ചിന്താഗതിയിലേക്ക് പോകണോ? അതുകൊണ്ടാണ് പച്ച ഷർട്ടിട്ട്. ഇതൊന്നും യാഥാസ്ഥിക ചിന്താഗതിയല്ല, ഇത് ക്രിസ്ത്യൻ ഡിസിപ്ലിനാണ്. നമ്മളായിരിക്കേണ്ടത് ദൈവഹിതപ്രകാരമായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിന്റെ എല്ലാ നടപ്പിലും. ഇവിടെ വരുമ്പോൾ മാത്രമല്ല, സിറ്റി സെന്ററിൽ പോകുമ്പോഴും നീ അങ്ങനെ തന്നെ ആയിരിക്കണം, ലൂലു പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. എത്രപേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിന്റെ ഉപദേശം കഠിനമായപ്പോൾ അനേകർ വിട്ടുപോയി എന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെ വിട്ടുപോകുന്നവരങ്ങ് വിട്ടുപോട്ടെ. നിൽക്കുന്നത് പൊങ്ങണം. നമ്മളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ ചെന്നിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ അജ്ഞാനകാലത്തെ മോഹങ്ങൾ. ഏത് കാലത്തെ മോഹങ്ങളാ? അപ്പൊ അന്നിലൊക്കെ നമുക്കൊരു രീതിയായിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയി അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ ഈ കൈയൊക്കെ കാണിക്കുമ്പോഴേ അത് അന്നത്തെ മോഹമാ.
അന്ന് നമ്മൾ കോളേജിൽ പഠിച്ചപ്പോൾ, നമ്മൾ ലോക മനുഷ്യനായി ജീവിച്ചപ്പോൾ ലോകത്തിന്റെ ഫാഷനുകൾ നമ്മുടെ താല്പര്യമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആ മോഹത്തിൽ പറ്റത്തില്ല. കാരണം കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ നീ വിലക്ക് മേടിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ വിലക്ക് മേടിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് അജ്ഞാനകാലത്തെ മോഹങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല. നാളെ നിങ്ങൾ പറയല്ലോ, കർത്താവേ ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയും, നമ്മൾ പാൻറിട്ടാ പാൻറിടുന്നിടത്ത് കിടക്കണം. സ്വത്രം സുവാർത്തയുടെ ചെറുക്കം പോകുമ്പോൾ അവന്റെ പാൻറിനകത്തുള്ളത് കാണാൻ പാടില്ല. എന്നാ പിടഞ്ഞോ? എനിക്ക് പടയൊന്നും ആയിട്ട് തരണ്ട. കർത്താവ് പറഞ്ഞു, വിളിച്ചവനെ പ്രസാദിപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ തീർത്തു പറയുക, നമുക്ക് നമ്മുടെ കൾച്ചർ വേണം. ലോക കൾച്ചർ അല്ല നമ്മുടെ കൾച്ചർ, മനുഷ്യ കൾച്ചർ അല്ല നമ്മുടെ കൾച്ചർ. ദൈവം എങ്ങനാകും? നിന്റെ എല്ലാ നടപ്പിലും നീ വിശുദ്ധനായിരിക്കണം. നിന്റെ എല്ലാ നടപ്പിലും നീ വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. നാളെ 1000 ആകുമ്പോൾ പിശാച് പറയിപ്പിക്കും, അവിടെ എങ്ങനെയാകാം? നടക്കുകയില്ല. എങ്ങനെയാകുന്ന സഭയല്ലത്. ഇതിന് നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡേർഡുണ്ട്. സ്തോത്രം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിന്റെ എല്ലാ നടപ്പിലും നീ എങ്ങനെയായിരിക്കണം? ഉറക്കെ പറ. ഇവരോട് ചർച്ചിലോട്ട് കയറി വരുമ്പോൾ മാത്രമല്ല, നീ പുറത്തിറങ്ങുമ്പോഴും ഇതേ സ്വഭാവമായിരിക്കും. എന്നോട് പാർട്ടി പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്താലും എന്റെ സംസാര രീതിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനിരിക്കുമ്പോൾ നല്ല കൺട്രോൾ ഉള്ളത് അത് പാസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിന്റെ എല്ലാ നടപ്പിലും നീ വിശുദ്ധനായിരിക്കും. നാവിരിങ്ങനെ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുടുങ്ങി പോകുകയില്ല. നമുക്ക് എപ്പോഴും നമുക്കൊരു കോൺഷ്യസ് ഉണ്ടാകണം. എന്തിനെക്കുറിച്ച്? പ്രസൻസ് ഓഫ് ഗോഡിനെ കുറിച്ച് നമുക്കൊരു കോൺഷ്യസ് ഉണ്ടാകണം. അത് കോളേജിലായിക്കോട്ടെ, അത് സ്കൂളിലായിക്കോട്ടെ, അത് ഓഫീസിലായിക്കോട്ടെ, വീട്ടിലിരിക്കുമ്പോഴായിക്കോട്ടെ, എവിടെ ഇരിക്കുമ്പോഴും നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഞാൻ ആരാണ്? ദൈവ പൈതലാണ്. എന്റെ അപ്പൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന ബോധ്യം നമ്മളെ എന്താക്കി തീർക്കും? നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കാൻ പഠിപ്പിക്കും. അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ 33-ാമത്തെ വാക്യം. നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞേ? ഈ ലോകത്തെ ജയിച്ചു എന്ന വാക്ക് ഐ ഹാവ് ഓവർകം ദ വേൾഡ്, അല്ലെങ്കിൽ ഞാൻ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ജയിച്ചു. ഇത് കൈസറോ സീസറോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൈസറോ സീസറോ പറഞ്ഞാൽ എന്തോ അർത്ഥം? ഇത് 2 രാജാക്കന്മാരാണ് എന്റെ വിശ്വാസം. യുദ്ധം ചെയ്ത് ഈ ദേശം പിടിച്ചെടുത്തുന്ന. പക്ഷെ യേശു പറഞ്ഞതിന്റെ അർത്ഥം, ഈ ലോകത്തിന്റെ സ്ഥിതികളെ, ഫാഷൻസിനെ ഞാൻ ജയിച്ചിരിക്കുന്നു. മനസ്സിലായോ? നമ്മൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുവാനല്ല വിളിച്ചത്. അങ്ങനെയുടെ ലോകത്ത് ജീവിച്ചാൽ പോരായിരുന്നോ? അപ്പൊ നമ്മുടെ ഒരു ചിന്ത, ഇപ്പം ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാർക്ക് പറ്റിയ പരാജയമെന്ന് പറഞ്ഞാൽ അതുമാകാം. നമുക്ക് വിശുദ്ധ ജീവിതം ഉണ്ടല്ലോ, ഇതുകൊണ്ട് എല്ലാമുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ എല്ലാം അങ്ങ് പോകും. കഴിഞ്ഞ ആഴ്ച ഞാൻ പാടിയതുപോലെ, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ കൂടെ പോയാൽ മതി. ലോകവും വേണം, എനിക്കെല്ലാം വേണം, പിന്നെ താതന്റെ കൂടെ പോകണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചു. അർത്ഥം, ലോകത്തിന്റെ ഫാഷൻസിനെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഗതികളെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ട്രെൻഡിനെ ഞാൻ ജയിച്ചവനാ. 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു. ഒരു ക്രിസ്ത്യാനി അവനെ അനുഗമിക്കുന്ന വ്യക്തി എങ്ങനെ ഭൂമിയിൽ ജീവിക്കണമെന്ന് അവൻ തെളിയിച്ച് തന്നതിന് ശേഷമാണ് പോയത്. അവൻ ലോകത്തിൽ പരാജയപ്പെട്ടിട്ടല്ല പോയത്, അവൻ ലോകത്തിൽ ജയിച്ചിട്ടാ പോയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ചത്
ഒരു ജയാളിയായിട്ട് ജീവിക്കുവാൻ. നമ്മൾ ജയാളി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പുറത്തെ തോമാച്ചാന്റെ തലയെ കൈവച്ചിങ്ങനെ കാല് വെച്ച് നടക്കുന്നതാണ് നമ്മുടെ ജയമെന്ന് വിചാരിച്ചേക്കുന്നത്. എനിക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയുടെ മുകളിൽ കയറി അതല്ല ജയം. ഈ ലോകത്തിന്റെ ഫാഷൻസിന്റെ മേൽ, പിശാച് ഒരുക്കിയിരിക്കുന്ന കെണികളുടെ മേൽ പിശാച് തിരിച്ചറിയാൻ സമ്മതിക്കാതെ കണ്ണുകെട്ടി വിശ്വാസിയെ പിടിച്ചു നിർത്തുമ്പോൾ അതും ശരി ഇതും ശരിയെന്ന് പറയുന്ന കാലഘട്ടത്തിൽ, പിശാച് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ അതല്ല ശരി, വചനം എന്ത് പറയുന്നു അതാണ് ശരി എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ പോകുന്നതാണ് വിശ്വാസ ജീവിതം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞാണ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ മാത്രം ശ്രദ്ധ വെച്ചോ ആശ്രയം വെച്ചോ ഇന്ന് ഈ ഹോളിൽ വന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ പേര് അരിഷ്ടനാണ്. എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മധ്യാകാശത്തിൽ വരുവാൻ ഇനിയും ആദ്യം കാലമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ വരുമ്പോൾ അവന്റെ ഒരു വരവൂടെ അവനുള്ളൂ. ഇനി ഒന്നുകൂടെ അവൻ വരും. അതോടുകൂടെ അവന്റെ വരവ് തീരുക. പിന്നെ ഒന്നുകൂടെ ഒരു ചാൻസ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് നിന്റെ പ്രവാസകാലം നീ ഭയത്തോടെ കഴിക്കുന്നു. അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രവാസകാലം ഈ ഉപദേശം കേട്ട് വിവിധ ഉപദേശങ്ങളുടെ കാത്തുന്ന അലമുഴങ്ങി നഷ്ടപ്പെട്ടു പോകാതെ നിന്നെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നു പോലെ ഒരു വിശുദ്ധ ജീവിതത്തിന് ഒരുക്കമുള്ളവനായിരിക്കുന്നു. അവൻ ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റും എല്ലാ നെറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ പറ്റി? അവിടുന്ന് ഒരു ഉപദേശം, കോഴഞ്ചേരിയിൽ നിന്നൊരു ഉപദേശം പൊങ്ങുന്നു, അങ്ങേയറ്റത്തുനിന്നൊരു ഉപദേശം പൊങ്ങുന്നു, ഇങ്ങേയറ്റത്തുനിന്നൊരു ഉപദേശം പൊങ്ങുന്നു. അവസാനം ഇതിന്റെ എല്ലാം നടുവിൽ വിശ്വാസം നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് കുറെ നേരം ആ ശരി, കുറെ നേരം ഇത് ശരി, ഇതൊന്നുമല്ല ശരി. വേദോസ്തം പറയുന്നു, നിന്നെ വിളിച്ചവൻ വിശുദ്ധനാകുകയാണ്. നിന്റെ സകല നടപ്പിലും ഇത് വ്യാഖ്യാനം വേറെ ഇല്ല. ഇതിന് വേറെ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. നിന്നെ വിളിച്ചവൻ വിശുദ്ധനാകുക. നിന്റെ സകല നടപ്പിലും നീ വിശുദ്ധനായിരിക്കണം. எனக்கு வேறென்ன வேண்டும்? உயிருள்ளவரை நின் புகழ் பாட வேண்டும். பாரில் எனக்கு